ബെർണാഡ് ഷാ ഒരിക്കൽ പറയുകയുണ്ടായി, പൊളിറ്റിക്സ് ഈസ് ദി ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ. തന്തയില്ലാത്തവർക്കും കുഴപ്പക്കാർക്കും തല്ലിപ്പൊളികൾക്കുമുള്ള അവസാനത്തെ ആശ്രയമാണ് രാഷ്ട്രീയം. ശരിക്ക് പറഞ്ഞൊരു കഥയുണ്ട്. സ്കൂളിൽ ക്ലാസ് റൂമിൽ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത് ബുദ്ധിജീവികളായിരിക്കും, നന്നായി പഠിക്കുന്ന പഠിപ്പിസ്റ്റുകളായിരിക്കും. തൊട്ട് പിറകിൽ അത്ര പഠിക്കാത്ത കുട്ടികളായിരിക്കും. അതിൻ്റെ പുറകിലായിരിക്കും കുറച്ച് തല്ലിപ്പൊളികളായിട്ടുള്ള കുട്ടികൾ, കുറച്ചുകൂടി തല്ലിപ്പൊളായിട്ടുള്ള, ഒരിക്കലും ക്ലാസ്സിൽ കയറാത്ത, കോളേജിലും സ്കൂളിലുമൊക്കെ തലവേദനയായിട്ടുള്ളവരായിരിക്കും ബാക്കിലിരിക്കുന്നത്. അവർ ക്ലാസ്സിൽ വന്നാൽ തന്നെ ഒരു അത്ഭുതമാണ്. അങ്ങനെ വിവിധ വിഭാഗങ്ങളിലിരിക്കുന്നവർ ഏറ്റവും മുമ്പിലിരിക്കുന്നവർ ഡോക്ടർമാരാകും, എഞ്ചിനീയർമാരാകും. തൊട്ട് പിറകിലിരിക്കുന്നവർ IAS-കാരാകും. അതിൻ്റെ പുറകിലിരിക്കുന്നവർ മറ്റ് ജോലികളിലേക്ക് പോകും. ഏറ്റവും പിറകിലിരിക്കുന്ന തല്ലിപ്പൊളിത്തരം കാണിക്കുന്നവർ രാഷ്ട്രീയത്തിലിറങ്ങും. അവർ മന്ത്രിമാരാകും, നേതാക്കളാകും. അവർ മറ്റുള്ളവരെ ഭരിക്കും. ഇതൊരു കഥയാണ്, ഇതിനകത്തൊന്നും യാതൊരു സത്യവുമില്ല. കാരണം ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ വക്കീലന്മാരും നല്ല വിവരമുള്ളവരും ഒക്കെ ഒരുപാട് പേർ പ്രൊഫഷണൽമാരൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്ന കാലമാണ്. അതുകൊണ്ട് ആ പറഞ്ഞൊരു കാര്യമില്ല. പണ്ടത്തെ കാലമൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം. തല്ലും ഈ കൊലയും ജയിലിൽ കിടപ്പുവാണല്ലോ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബാക്കി പത്രം. ഇപ്പോൾ പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ വൈറ്റ് കോളർ രാഷ്ട്രീയവുമുണ്ട്. ഒരു കോളർ പോലും ഉടയാത്ത ഒരു തുള്ളി രക്തവും വിയർപ്പും ജാതെയൊക്കെ രാഷ്ട്രീയത്തിൽ MP ആവാം, മന്ത്രിയാവാം. ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ കാലം പോയി. ഇപ്പോൾ ശശി തരൂരൊക്കെ മന്ത്രിയായതും MP ആയതുമൊക്കെ എവിടെയെങ്കിലും ജയിലിൽ കിടന്നിട്ടാണോ? അപ്പോൾ അങ്ങനെയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെ ഒത്തിരി ആളുകൾ വരുന്നില്ലേ, പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് 2 കലാകാരന്മാർ, അവർക്ക് പറ്റാത്ത പണിക്ക് അവർ പോയി. 2 പേരും BJP അനുബന്ധ പാർട്ടിയിലുമാണ് ഇത് സംഭവിച്ചത്. ദേവൻ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, അത് നാശക്കോട്ടയാക്കി. അപ്പോഴേ ദേവൻ മനസ്സിലാക്കണം, നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിലനിൽപ്പില്ല. പിന്നെ BJP ഇപ്പോൾ ലയിച്ചു, BJPയുടെ വൈസ് പ്രസിഡൻ്റായി. ഒരു കാര്യമില്ല. ചുമ്മാ കുറേ പണം കയ്യിൽ നിന്ന് പോയി വാചകോടാപം നടത്തി എന്നുള്ളതല്ലാതെ, ആയുസ് കളഞ്ഞു എന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ല. പല ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ അത്രയെങ്കിലും സമൂഹത്തിന് ഒരു മതിപ്പ് തോന്നിയേനെ. അതുപോലൊരു കഥാപാത്രമാണ് ഈ അഖിൽമാരാർ. അത് പിന്നെ കുറച്ചുകൂടി ഭ്രാന്താണ്, തലയ്ക്ക് ഭ്രാന്താണ്. കാരണം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നാദിർ ഷാ ഫോണിൽ വിളിച്ചില്ല. അതേസമയം ദിലീപിൻ്റെ വേണ്ടി സഹായിച്ചു അഭിപ്രായം പറഞ്ഞിട്ടും നാദിർ ഷാ ദിലീപിന് വേണ്ടി നിന്നതാണ്. ആ നാദിർ ഷയ്ക്ക് വേണ്ടിയോടൊപ്പം ദിലീപിനെ അനുകൂലിച്ച് താൻ വർത്തമാനം പറഞ്ഞിട്ടും തൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നിട്ട് ഒന്ന് വിളിച്ച് ചോദിക്കുക പോലും ചെയ്തില്ല. അതേസമയം പിഷാരടിക്ക് വേണ്ടി നേരിട്ട് പോയി പ്രവർത്തിക്കുകയും ചെയ്തു. വ്യത്യാസം ഒന്നാണ്, പിഷാരടി മത്സരിച്ചത് കോൺഗ്രസ്സിലാണ്, താങ്കൾ മത്സരിച്ചത് BJPയിലാണ്. ഇനി പിഷാരടി BJP മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നാദിർ ഷാ പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഈ രാഷ്ട്രീയമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം രാഷ്ട്രീയത്തിൽ നിൽക്കാൻ. രാഷ്ട്രീയത്തിൽ ചെന്നാൽ അതൊരു ഗിമ്മിക്കാണ്, അവിടെ ഒരു കളിക്കളമാണ്, ചതുരംഗക്കളമാണ്. അവിടെ ചെന്ന് 4 ദിവസം കൂടുമ്പോൾ പെട്ടെന്ന് നേതാവാകാൻ പറ്റില്ല. ആയവരും ആരും മുന്നോട്ട് പോയിട്ടില്ല. വളരെ പെട്ടെന്ന് മന്ത്രിയാവാൻ പറ്റില്ല. അതുകൊണ്ട് എന്നാൽ നിരാശപ്പെടാനും പാടില്ല. തന്ത്രപരമായി നിന്ന് ആ ബഹളത്തിൻ്റെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് വളരെ തന്ത്രപരമായി സ്ട്രാറ്റജികൾ മെനഞ്ഞ് എപ്പോഴും കാലിൻ്റെ അടിയിലും കൈരടിയിലും തലയ്ക്കടിയിലും ഉറങ്ങുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശത്രുക്കളുണ്ടെന്നും പരസ്പരം വെട്ടാനും കുത്താനും ആളുകളുണ്ടെന്ന് മനസ്സിലാക്കി വളരെ തന്ത്രപരമായി നിന്ന് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമേ രാഷ്ട്രീയത്തിൽ കരണീയമായിട്ടുള്ളൂ. ഒരു ക്രിയേറ്റിവിറ്റിക്കും ഒരു സാധ്യതയുമുള്ള ഇടമല്ല രാഷ്ട്രീയം. അതേസമയം അല്ലെങ്കിൽ ഇപ്പോൾ അശ്വനി വൈഷ്ണവ് IAS-ൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു, അല്ലെങ്കിൽ IFS-ൽ നിന്ന് IRS-ൽ നിന്ന് ഇപ്പോൾ ജയശങ്കർ, അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളൊക്കെ ഈ രാഷ്ട്രീയത്തിന് അതീതമായി ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ നിൽക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുവരും. അതൊക്കെ വളരെ ജസ്റ്റിസ് BR കൃഷ്ണയ്യർ, പിന്നെ ജോസഫ് മുണ്ടശ്ശേരി മാഷ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അതിനപ്പുറം രാഷ്ട്രീയത്തിൽ നേതാക്കളായി നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം തന്ത്രങ്ങൾ മെനഞ്ഞേ പറ്റൂ. അവിടെ പെട്ടെന്ന് ഉയരാൻ പറ്റില്ല. ചിലപ്പോൾ വളരെ താഴെ പോവും, പിന്നെ കയറി വരണം. ചിലപ്പോൾ റോളർ സ്കേറ്റിംഗ് പോലെയാണ്, ചിലപ്പം മറിഞ്ഞു വീഴും, പരിക്ക് പറ്റും, അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതിന് താല്പര്യമുള്ളവർക്കുള്ളതാണ് രാഷ്ട്രീയം. എന്തായാലും 2 വിഗ്രഹങ്ങളും ഉടഞ്ഞു, 2 ബിംബങ്ങളും കേരളത്തിൽ ഉടഞ്ഞു. അത് BJPയിലായതുകൊണ്ട് വലിയ വാർത്തയൊന്നും ആകുന്നില്ല. BJP ഈ കണ്ട അലവലാദികളെല്ലാം ചെന്ന് കയറുന്നൊരു പാർട്ടിയായി BJP പലപ്പോഴും കാണാറുണ്ട്. അവിടെ ചെന്ന് കയറിക്കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട ബഹളം കാണിക്കും, ചിലപ്പോൾ കുറച്ച് പേര് നിൽക്കും. അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് BJPയും ഉള്ളത്. എന്തായാലും വികസിത കേരളം എന്നെല്ലാം പറഞ്ഞ് വികസിത ഭാരതത്തോടൊപ്പം നിൽക്കുമ്പോൾ ഭാരതത്തിലെ BJP വേറൊന്നാണ്, കേരളത്തിലെ BJP വളരെ വ്യത്യസ്തമാണ്. അത് ശരിയാക്കിയെടുക്കാൻ, എൻ്റെ അലകും പിടിയും മാറ്റാൻ, ആരൂഢം പൊളിക്കാതെ അലകും പിടിയും മാറ്റിയിട്ട് കാര്യമില്ല. ചന്ദ്രശേഖർജി, നിങ്ങൾക്ക് ആരൂഢം പൊളിക്കാൻ കഴിയില്ല.
ആ രൂഢം ഒരു വല്ലാത്ത സ്ട്രക്ചറിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പൊളിക്കുക അത്ര എളുപ്പമല്ല. അത് പൊളിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനുമില്ല.